മോഹൻലാൽ ചിത്രം എമ്പുരാൻ 100 കോടി ക്ലബിൽ റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയതായി മോഹൻലാൽ തന്നെയാണ് ഫേസ്ബുക്കിൽ അറിയിച്ചത്. 100 കോടി ആ സിനിമയ്ക്ക് ഇതുവരെ കളക്ഷൻ കിട്ടിയില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നാൽ 48 മണിക്കൂർ കൊണ്ട് സിനിമയ്ക്ക് 100 കോടി കിട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണ്. ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. ഈ 48 മണിക്കൂറിൽ സിനിമ കണ്ടവരിൽ 99% പേരും പ്രീ ബുക്കിംഗ് നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂറിൽ ഇത്ര വിറ്റുപോയി എന്ന് പറയുന്നത് വ്യാജമാണ്. ഒരു ദിവസം കിട്ടുന്ന ആകെ കളക്ഷൻ, അതായത് ഹൗസ്ഫുൾ ആണെങ്കിൽ 728 തിയേറ്ററുകളിലും ഒരു ദിവസം ശരാശരി 4 ഷോ വെച്ച് നോക്കിയാൽ ആകെ കിട്ടുന്നത് 18 കോടിയാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഈ 18 കോടിയിൽ ഏതാണ്ട് 7-8 കോടി ടാക്സ് പോകുമ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയുടെ 60% നിർമ്മാതാക്കൾക്ക് കിട്ടുന്ന 40% തിയേറ്റർ ഉടമകൾക്കാണ്. അത് 6 കോടിക്കും 7 കോടിക്കും ഇടയിലാണ്. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അതായത് ഒരു ദിവസം 728 തിയേറ്ററിലും ശരാശരി 4 ഷോ വീതമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവാം. അതെല്ലാം കൂട്ടിയാൽ പോലും ഒരു നിർമ്മാതാവിന് കിട്ടാൻ പോകുന്നത് 7 കോടി രൂപയാണ്. അത് 2 ദിവസമാവുമ്പോൾ കിട്ടുന്നത് എത്ര എന്ന് നോക്കുക. 7 വഴും 14 കോടി. അത്രയും കിട്ടില്ല. കാരണം 2-ാം ദിവസം ആവുമ്പോഴേക്കും അതിന്റെ ഹൈപ്പ് കുറയും. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. എങ്കിൽ പോലും 48 മണിക്കൂർ 2 ദിവസം പ്രദർശിപ്പിച്ച വരുമാനമാണെങ്കിൽ 100 കോടിയില്ല. കേരളത്തിലെ കഥയാണ് ഈ പറയുന്നത്. കേരളത്തിന്റെ പുറത്ത് ഇത്രയും എന്തായാലും സംഭവിക്കില്ല. കളക്ഷന്റെ കഥ നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്ക ഒന്നും പറയാൻ നിൽക്കണ്ട. വിദേശ രാജ്യങ്ങളിൽ തരക്കേടില്ലാതെ ആളുകൾ കാണുന്നെങ്കിലും ഇവർ പറയുന്ന തരത്തിലേക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കി പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 100 കോടി കണക്ക് വ്യാജമാണ്. ഞാൻ നിർമ്മാതാക്കളോട് സംസാരിച്ചിട്ട് പറയുന്നതാണ്. ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. എന്തായാലും ഇത് ഇപ്പോഴത്തെ ഒരു ഹൈപ്പിന്റെ ഭാഗമായി തള്ളുന്നതാണ്. എക്കാലത്തും ഇവർ ചെയ്യുന്നതാണ്. വരട്ടെ മാതരം